ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇതിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം പോകണം, നമ്മൾ കോഴിക്കോടേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ കസവ് കേന്ദ്രയിലേക്ക് പോകാനാണ് വിചാരിച്ചത്. അവിടെ പോയി കഴിഞ്ഞാൽ മക്കൾക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഒറ്റ ഷോപ്പിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ KSRTCയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് സാധാ ബസ്സിൽ കയറിയാൽ മതിയെന്നു. സാധാ നമ്മളെ പുതിയ സ്റ്റാൻഡും അതുപോലെ KSRTC സ്റ്റാൻഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള ഒരു ദൂരമൊക്കെ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് KSRTCയിലൊക്കെ കയറണേ. അങ്ങനെ നമ്മൾ എന്തായാലും ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് മിംസ് ഹോസ്പിറ്റലാണ്. ഞാൻ ഇവിടെയൊക്കെ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നിൽ കൂടെയൊക്കെ പോകുമ്പോൾ ആ ഒരു ഓർമ്മക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മളെ കസവ് കേന്ദ്രയിൽ എത്തിക്കണം. നമ്മൾ നല്ല കിട്ടാൻ റിഹക്ക് ഡ്രസ്സ് പറ്റുമോ എന്നുള്ളതാണ് നമ്മളെ വലിയ സംശയം. കാരണം എത്ര കാണിച്ചു കൊടുത്താലും ഓൾക്കൊന്നും അങ്ങോട്ടേക്ക് ഇഷ്ടാവില്ല. ലാസ്റ്റ് ഓൾക്ക് ഇഷ്ടമാവണ ഡ്രസ്സ് നമുക്കാർക്കും ഇഷ്ടാവില്ല. അതാണ് ഇപ്പോൾ ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിഹക്ക് ഡ്രസ്സ് പറ്റുമോ എന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഡൗട്ട്, അതിൻ്റെ ഡൗട്ട് പോലെ തന്നെ സംഭവിച്ച് റിഹക്ക് ഈ ഷോപ്പിൽ നിന്നും ഒന്നും ഇഷ്ടമായിട്ടില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മക്കൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഇത് ഒരു കൊറിയൻ പാൻറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മളൊക്കെ വലുപ്പത്തിലുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കളെ വലുപ്പത്തിലേ ഉള്ളൂ. മക്കൾക്കാണെങ്കിൽ ഇത് ഇഷ്ടമായിട്ടില്ല. റിയക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമായി. ഓൾക്ക് കൊള്ളെങ്കിൽ ഓളൊക്കെ അത് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പിന്നെ റനക്ക് മാറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും 2 ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് റനക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഓൾക്ക് അതിൽ ഏതാണോ ഇഷ്ടമാവണത് അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റനക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്ത ഡ്രസ്സാണ് റനക്ക് ഇഷ്ടമായത്. അങ്ങനെ അതാണ് നമ്മൾ എടുത്തത്. നമുക്കിത് ഇഷ്ടമായില്ല. നമ്മൾ ഇതും അതും കൂടിയാണ് കൊടുത്തത്. പക്ഷെ നമുക്ക് അതാണ് ഇഷ്ടമായത്. ഇത് എന്താ പറയുക, അതിൻ്റെ അത്ര രസമില്ലല്ലേ റന അല്ലേ? ഇതാണ് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ വെക്കാം. ഇനി ഇത് എടുക്കാം അല്ലേ? ഇതങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇന്നറും വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഡ്രസ്സ്. ഇതൊക്കെ ഇപ്പോൾ തുറക്കണ്ട, അറിയാത്തത് വരുമ്പോൾ തുറക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ അടുത്ത പാൻറ്റ് നോക്കാൻ പോവാണ്. ഈ പാൻറ്റ് സൈസ് കുറവാണ് അല്ലേ? ഇനി കുറച്ചും കൂടി തൊട്ട വലുതെടുക്കണം. ഇതല്ല മാച്ചിങ് അല്ല. അപ്പോൾ എനിക്ക് ടോപ്പ് സെറ്റായപ്പം പാൻറ്റ് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അങ്ങനെ അത് മാറ്റിക്കാൻ വേണ്ടിയിട്ട് റിഹ പോയിക്കണം കേട്ടോ. അങ്ങനെ മക്കളുടെ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്ത് ബില്ലടിച്ചതിന് ശേഷം നമ്മൾ പോയത് ലേഡീസിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടെ നമ്മൾ ചുരിദാറൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പം ചുരിദാറൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ചുരിദാറുകളും ഉണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ വെസ്റ്റേൺ വെയർസിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. കാരണം എനിക്ക് എന്തായാലും കോളേജൊക്കെ തുടങ്ങാനായിക്കണം. അപ്പം കുറച്ച് ഇങ്ങനത്തെ വെസ്റ്റേൺസൊക്കെ മേടിച്ച് വെക്കണം. അപ്പോൾ അവിടെ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് പാർട്ടി വെയർ നോക്കുകയാണെങ്കിലും വെസ്റ്റേൺ വെയർസ് നോക്കുകയാണെങ്കിലും അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ മാക്സി ടൈപ്സ് ഡ്രസ്സൊക്കെ നമ്മൾ ഫുൾ സ്ലീവിൽ വരുന്ന അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര റേറ്റ് ഉണ്ട്. അതായത് ഒരു 4000 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 4000-ൻ്റെ രസമൊന്നും ആ ഡ്രസ്സില്ല. ഒരു 1000-നൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയത് വെസ്റ്റേൺ വെയർസൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കഷ്കയിലായിരിക്കും കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകും. കാരണം വെസ്റ്റേൺ വെയർസൊക്കെ എനിക്ക് ഏതോ കാലം മുതലേ എനിക്കിഷ്ടം കഷ്കയത്തതാണ്. കാരണം അവിടെ നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. അതായത് ഇത് എന്താ പറയുക, ഈ ഒരു കളറല്ല കേട്ടോ, ഇതൊരു റെഡ് കളറാണ്. പക്ഷേ ക്യാമറയിൽ ഒരു പിങ്ക്, ഒരു ലൈറ്റ് പിങ്കൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി ഇതിനൊരു ഡ്രസ്സ് എടുത്തിക്കണ്. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വിചാരിച്ച് ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് SM സ്ട്രീറ്റിൽ പോവാണ് അല്ലേ? കോഴിക്കോട് വന്നവിടെ പോകാണ്ടൊക്കെ മോശം. കേക്കും നമ്മൾ പറയണേ. അപ്പം നമ്മളിനി SM സ്ട്രീറ്റ് പോവാണ്. ഇപ്പം ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. എനിക്കിതിനെക്കൊണ്ടാണ് വീഡിയോ എടുക്കാനൊരു ചമ്മല്. അതായത് ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നോക്കും, ഇവരിത് എന്താ ഈ കാട്ടണേന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് അവിടെ മാമയും ഇക്കായും കൂടി ബില്ലടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. ഇവിടെ ബില്ലടിക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ആയത് നമുക്ക്. കാരണം ഡ്രസ്സ് എടുക്കണത് വേഗം കഴിഞ്ഞാലും ബില്ലടിക്കൽ പെട്ടെന്നൊന്നും കഴിയില്ല മക്കളെ. കുറേ ജനങ്ങളുണ്ട്. ഈ ജനങ്ങളുള്ളതെന്നൊക്കെ എപ്പോഴാണ് ബില്ലടിച്ച് കഴിഞ്ഞ് നേരം അത്യാവശ്യം കുറേ നേരം നമ്മൾ അവിടെ നിൽക്കണ്.
അങ്ങനെ ഫൈനലി നമ്മൾ ബില്ലൊക്കെ അടിച്ച് അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ടൈം നോക്കുന്നത് 4:30 മണി ആയിക്കണ്. നമ്മൾക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നോമ്പിൻ്റെ ആ ഒരു ചിന്തയൊന്നുമില്ല. നമ്മൾ ഡ്രസ്സ് കണ്ടപ്പോൾ അവിടെ മുഴുകിപ്പോയി. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇനി SM സ്ട്രീറ്റിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ കയറിയിട്ട് വേണം SM സ്ട്രീറ്റിലേക്ക് പോകാൻ. അങ്ങനെ നേരെ നമ്മളിനി അവിടേക്ക് പോകാൻ. അങ്ങനെ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഇനി നേരെ SM സ്ട്രീറ്റിലേക്ക് പോകട്ടെ. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ പോകാൻ. പിന്നെയാണ് ആലോചിക്കേണ്ടത് ഇന്ന് സൺഡേ ആണ്. സൺഡേ എന്നൊക്കെ പറയുമ്പോൾ SM സ്ട്രീറ്റിൽ സൺഡേ മാർക്കറ്റും അതുപോലെ എല്ലാത്ത മാർക്കറ്റും എല്ലാം ഉണ്ടാവും. അപ്പം നല്ല തിരക്കായിരിക്കും എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് ചിന്തിക്കണേ. എന്തായാലും അവിടെ വരെ വന്നില്ലെങ്കിൽ തിരിച്ചു പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോയത് ടോപ്പ് മാൾക്കാണ്. റിഹക്ക് ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ടോ. റിഹക്കും ഷേക്കും കൂടി ഇങ്ങനെ കിട്ടാനുള്ളൂ. അങ്ങനെ ടോപ്പ് മാളിൽ പോയി അങ്ങനെ അവിടെ നമുക്ക് റിയക്ക് ഡ്രസ്സ് കിട്ടി. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മഗ്രിബ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 5:30 തുടങ്ങിയ മഴയാണ്, നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെപ്പാട് നമ്മളെ പ്ലാനൊക്കെ വെള്ളത്തിൽ വരച്ച വരായി. അങ്ങനെ നമ്മളവിടെ മൊയ്തീൻ പള്ളീൻ്റെ അടുത്ത് പോയപ്പം അവിടെ നിന്ന് കുറച്ച് ഇത്താത്താർ ഓരോ കൈമേലുള്ള ഫ്രൂട്ട്സും അതുപോലെ ഓരുണ്ടാക്കിയ സ്നാക്സൊക്കെ പാടെ അമ്മക്ക് തന്നിട്ട് നമ്മളോട് നോമ്പ് തുറക്കാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ നമുക്ക് പേടി തുടങ്ങി. അതായത് നമ്മളെ കയ്യിലുള്ള ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിൽ കുറച്ച് ചാർജേ ഉള്ളൂ. മറ്റേ ഫോണിലാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിക്കണം. നമ്മളിലാകെ 2 ഫോൺ വെച്ചിട്ട് നമ്മൾ പോയത്. ഞാൻ അപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോണിലാണെങ്കിൽ ബാലൻസും ഇല്ല. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ടും ഇല്ല. വീട്ടിലത്തെ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടാവും, ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ കൊണ്ട് അറിയില്ല. ആകെ ഒരുപാതിരി പേടിച്ചിട്ടാണ് നമ്മൾ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖത്തൊരു പേടിയില്ല, പക്ഷെ ഉള്ളിൽ നമ്മൾ വീട്ടിലെത്തിയപ്പോഴാണ് അറിയണത് നമ്മളവിടെ കാണാനിട്ട് എല്ലാവരും ബേജാറായിക്കണം. നമ്മളാണെങ്കിൽ ഡ്രസ്സ് നോക്കണ പൊലിവിലേനു. നമുക്കൊന്നും വീട്ടിലത്തെ കാര്യങ്ങൾ ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എല്ലാവരുടെ വകി നല്ലോണം ചീത്തയും കേട്ട് വയറും നിറഞ്ഞ് റാഹത്തായി. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ വേറൊരു അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.